The class marks in a frequency table of whole numbers are given to be 5, 10, 15, 20, 25, 30, 35, 40, 45 and 50. Find out the following. 1. The true classes. Second, the true class limits. Third, the true upper class limits. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ ക്ലാസ്സുകളുടെയും ഒരു ഫ്രീക്വൻസി ടേബിളിൽ മിഡ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ് മാർക്സ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മിഡ് വാല്യൂസ് അല്ലെങ്കിൽ ക്ലാസ് മാർക്കുകൾ തന്നിട്ടുണ്ട്. അടുത്ത് വരുന്ന രണ്ട് മിഡ് വാല്യൂസിൻ്റെ ഡിഫറൻസ്, തൊട്ടടുത്ത് വരുന്ന രണ്ട് മിഡ് വാല്യൂസിൻ്റെ ഡിഫറൻസ് ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എഡ്ജസൻറ്റ് മിഡ് വാല്യൂസ്, ദറ്റ് ഈസ് 10 - 5. 5, 10, 15 അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ 10 - 5, അപ്പോൾ 5 ആണ് മിഡ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് ദ ഹാഫ് ഓഫ് ദ ഡിഫറൻസ്. ആ ഡിഫറൻസിൻ്റെ ഹാഫ് 5/2, അതായത് 2.5 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്നത്. ടു കൺസ്ട്രക്ട് ക്ലാസ്സസ്, സബ്ട്രാക്ട് 2.5 ഫ്രം ദ കറസ്പോണ്ടിങ് മിഡ് വാല്യൂ ആൻഡ് ആഡ് 2.5 ടു ദ മിഡ് വാല്യൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ദ ട്രൂ ക്ലാസ്സസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ഫോളോസ്. ഇപ്പോൾ മിഡ് വാല്യൂസ് 5 ആണെങ്കിൽ, മിഡ് വാല്യൂ 5 ആണെങ്കിൽ ദ കറസ്പോണ്ടിങ് ക്ലാസ് വിൽ ബി 5 എന്ന് 2.5 മൈനസ് ചെയ്യുക, അപ്പം 2.5 അതാണ് അതിൻ്റെ ലോവർ ലിമിറ്റ്. ആൻഡ് അപ്പർ ലിമിറ്റ് വിൽ ബി 5 എന്ന് 2.5 ആഡ് ചെയ്ത് കിട്ടുന്ന 7.5. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സസ് 2.5 to 7.5, മിഡ് വാല്യൂ 5ന് കറസ്പോണ്ടിങ് ആയിട്ട്. അതുമാതിരി അടുത്ത മിഡ് വാല്യൂ 10 വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? 10 എന്ന് 2.5 മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് 7.5 എന്ന് കിട്ടും അല്ലേ. അത് ലോവർ ലിമിറ്റും. അതുമാതിരി 10നോട് 2.5 ആഡ് ചെയ്യുക, 12.5. സിമിലർലി 15 ആകുമ്പോൾ 12.5 to 17.5, 20 ആകുമ്പോൾ 17.5 to 22.5. അങ്ങനെ ആ പാറ്റേണിൽ നമുക്ക് എല്ലാ മിഡ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് നമ്മളുടെ ട്രൂ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രൂ ക്ലാസ്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ക്ലാസ് ലിമിറ്റ്സ് പറയും അല്ലെ. ക്ലാസ്സുകളുടെ ലിമിറ്റുകൾ നമുക്ക് കിട്ടിയത് 2.5, 7.5, 12.5, 17.5 അങ്ങനെ 52.5 വരെയാണ് ക്ലാസ് ലിമിറ്റുകൾ വന്നിരിക്കുന്നത്. ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ്സ് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ ക്ലാസ്സുകളുടെയും അപ്പർ ലിമിറ്റ്സ് നോക്കാം. 7.5, 12.5, 17.5 എക്സെട്ര അപ് ടു 52.5. അങ്ങനെയാണ് നമുക്ക് അപ്പർ ക്ലാസ് ലിമിറ്റ്സ് കിട്ടിയിരിക്കുന്നത്. The geometric mean of 10 observations on a certain variable was calculated as 16.2. It was later discovered that one of the observations was wrongly recorded as 12.9. In fact, it was 21.9. Apply appropriate correction and calculate the correct geometric mean. ഇപ്പോൾ ഇതൊരു കറക്റ്റഡ് ജോമെട്രിക് മീനിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് സാധാരണ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഒറിജിനൽ ഫോർമുല പറഞ്ഞാൽ വെച്ചാൽ ജോമെട്രിക് മീൻ ഓഫ് n ഒബ്സർവേഷൻസ് ഇസ് ദ nth റൂട്ട് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻസ്. അതാണ് നമ്മൾ ഒറിജിനലായിട്ട് ജോമെട്രിക് മീനിൻ്റെ ഫോർമുല പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ജോമെട്രിക് മീൻ ഓഫ് 10 ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ 10th റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻസ് അല്ലേ. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് റേസ് ടു 1/10. nth റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/n ആണ്. അപ്പോൾ 10th റൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് റേസ് ടു 1/10. അപ്പോൾ പ്രോഡക്റ്റ് റേസ് ടു 1/10 ആണ് ജോമെട്രിക് മീൻ. അപ്പോൾ നമുക്ക് തന്നത് ജോമെട്രിക് മീൻ 16.2 എന്നാണ് കിട്ടിയത് എന്നാണ്. അപ്പോൾ 16.2 വിൽ ബി ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ഒബ്സർവേഷൻസ് റേസ് ടു 1/10 ഓർ പ്രോഡക്റ്റ് വിൽ ബി ഈക്വൽ ടു 16.2 റേസ് ടു 10. ഇനി നമുക്ക് കറക്ഷൻസ് ആണ് വരുത്തേണ്ടത്. അപ്പോൾ ആദ്യം കറക്ഷൻ വരുത്തേണ്ടത് പ്രോഡക്റ്റിലാണ്. കാരണം പ്രോഡക്റ്റ് വരുമ്പോഴാണ് എല്ലാ ഒബ്സർവേഷൻസും നമ്മളെടുത്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് കാണുന്നത്. അപ്പോൾ കറക്ഷൻസ് ആദ്യം വരുത്തേണ്ടത് എവിടെയാണ്? പ്രോഡക്റ്റിലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റഡ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. അതായത് നമ്മൾ പ്രോഡക്റ്റിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ഒബ്സർവേഷനെയും പ്രോഡക്റ്റ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക.
അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ 12.9 എന്ന് പറഞ്ഞൊരു റോങ് ഒബ്സർവേഷൻ ആ പ്രോഡക്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? ആ 12.9 ആ പ്രോഡക്റ്റിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിന് നമുക്ക് അയാളെ ഡിവൈഡ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് അല്ലേ. അതേപോലെ പുതിയ കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻ ദറ്റ് ഈസ് 21.9 നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ചേർക്കും വേണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 21.9 ചെയ്യണം. അപ്പം കറക്റ്റഡ് പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ്, നമ്മൾ കിട്ടിയ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഇൻറ്റു കറക്റ്റ് ഒബ്സർവേഷൻ, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ചേർക്കുക, ഡിവൈഡഡ് ബൈ റോങ് ഒബ്സർവേഷൻ, അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കളയുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് നമ്മൾ 16.2 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 16.2 ഇൻറ്റു 21.9 ഡിവൈഡഡ് ബൈ 12.9 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ വലിയൊരു നമ്പറാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവസാനമാണ് കാൽക്കുലേഷൻ നടത്താൻ പോകുന്നത്. ഇതേപോലെ തന്നെ കറക്റ്റഡ് പ്രോഡക്റ്റിനെ വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിപ്പം പ്രോഡക്റ്റിനെ കറക്റ്റാക്കി, കറക്റ്റ് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ കറക്റ്റായിട്ടുള്ള ജോമെട്രിക് മീൻ കണ്ടുപിടിക്കും. അപ്പോൾ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റേസ് ടു 10 ഒബ്സർവേഷൻ ആയതുകൊണ്ട് 1/10 എന്ന് ചെയ്യണം. അപ്പോൾ ഇവിടെ കറക്റ്റഡ് ജോമെട്രിക് മീൻ കാണണമെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കറക്റ്റഡ് പ്രോഡക്റ്റ് റേസ് ടു 1/10 ആണ്. അപ്പോൾ കറക്റ്റഡ് പ്രോഡക്റ്റ് നമ്മൾ എഴുതി വെച്ചത് 16.2 ഇൻറ്റു 21.9 ബൈ 12.9 ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഹോൾ റേസ് ടു 1/10 എന്ന് ചെയ്യും. ദറ്റ് ഈസ് ഈക്വൽ ടു ഓരോ ടേമിനെയായിട്ട് 1/10 പവർ കൊടുത്താൽ 16.2 ഇൻറ്റു 1/10 ചെയ്താൽ 16.2 എന്ന് കിട്ടും. ഇൻറ്റു അടുത്ത ടേം 21.9 ഡിവൈഡഡ് ബൈ 12.9, അതിന് ഹോൾ റേസ് ടു 1/10 എന്ന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാവും. മറ്റേ പോലെ ആദ്യം തന്നെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് റേസ് ടു 1/10 എന്ന് കൊടുത്താലും ഒരു തെറ്റും വരാനില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പം 16.2 ഇൻറ്റു 21.9 ഡിവൈഡഡ് ബൈ 12.9 ഹോൾ റേസ് ടു 1/10 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 17.08 ആണ്. ദാറ്റ് ഈസ് ദ കറക്റ്റഡ് ജോമെട്രിക് മീൻ.